മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 തിരുവചനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പുറത്തേക്ക് പോകുന്ന വഴി ഞാനൊരു കാഴ്ച കണ്ടു. എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു ചെറുപ്പക്കാരൻ, അവൻ സൈക്കിൾ ചവിട്ടി പോവാണ്. അവൻ്റെ സൈക്കിളിൻ്റെ മുൻവശത്ത് വലിയൊരു ക്രൂശിത രൂപം അവൻ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിറകിലായി അവൻ്റെ ബാഗിൽ ചെറിയ ക്രൂശിത രൂപം. അവൻ ഈ ലോകം മുഴുവൻ അവനെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ അവൻ പ്രഘോഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമുക്ക് ചില കടമയുണ്ട്. യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റുപറയുക എന്നുള്ളത്. അതിന് നമ്മൾ മടിക്കരുത്. ലജ്ജ കൂടാതെ, മടി കൂടാതെ യേശു ക്രിസ്തുവിനെ നമ്മൾ ഏറ്റുപറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ യേശു ഇടപെടും. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുന്നേ ഇന്ത്യൻ വുമൺസ് വേൾഡ് കപ്പ്, അത് ഇന്ത്യ കപ്പടിച്ചു. ആ സമയത്ത് ജമീമ റോഡ്രിഗസ് എന്ന് പറയുന്ന ആ പെൺകുട്ടി വളരെ അത്ഭുതമാണ്. കളിക്കളത്തിൽ മുഴുവൻ കർത്താവിൻ്റെ വചനം അവൾ ഏറ്റുപറഞ്ഞു. കപ്പടിച്ചതിന് ശേഷം ലോകം മുഴുവനോടായിട്ട് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്: എൻ്റെ കർത്താവാണ്, എൻ്റെ യേശുവാണ് എനിക്ക് വിജയം തന്നത്. നിങ്ങൾ നോക്കിയേ, ഇത്രയും ഉയരങ്ങളിൽ നിൽക്കുന്ന ആ പെൺകുട്ടി അവളുടെ യേശുവിനെ ഏറ്റുപറയാണ്. മടി കൂടാതെ, ലജ്ജ കൂടാതെ, നാണം കൂടാതെ. നമ്മൾ എത്ര പേർക്ക് നമ്മുടെ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമ്മുടെ മുൻപിൽ വരുന്നവരോട് നമുക്ക് എത്രമാത്രം ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ നമുക്ക് പറയാൻ പറ്റും? അങ്ങനെ നമ്മൾ പറയാൻ തയ്യാറായ നമ്മളെ കർത്താവും ഏറ്റുപറയും. കർത്താവ് ഏറ്റുപറഞ്ഞാൽ പിന്നെ അറിയാലോ, അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതം സംഭവിക്കുന്നത്. എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. അടുത്തൊരു വാക്യം കൂടിയുണ്ട്: എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. നമ്മൾ ആരും തള്ളിപ്പറയാറില്ല. പക്ഷേ ഏറ്റുപറയേണ്ട സമയത്ത് നമുക്ക് നാണം കൊണ്ട്, നമ്മുടെ ലജ്ജ കൊണ്ട് കർത്താവിനെ ഏറ്റുപറയാതിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനെ നമ്മൾ തള്ളിപ്പറയുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 തിരുവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. കർത്താവിനെ ഏറ്റുപറയാനുള്ള അഭിഷേകം കർത്താവ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.